മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഫ്ലക്സുകൾ നീക്കം ചെയ്യാതെ കോൺഗ്രസ് പ്രവർത്തകർ വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലക്സുകൾ ഇതുവരെ നീക്കിയിട്ടില്ല. പത്തനംതിട്ട DCC ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച ഫ്ലക്സും നീക്കം ചെയ്യാനുള്ള പ്രവീൺ പുരുഷോത്തമനാണ് ചെയ്യുന്നത്. പ്രവീൺ, പത്തനംതിട്ടയിൽ എന്തുകൊണ്ടാണ് ഈ ഫ്ലക്സുകൾ നീക്കം ചെയ്യാത്തത്? വിനീത, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം നേടിയ ശേഷം മുഖ്യമന്ത്രി ആരാകും എന്നത് സംബന്ധിച്ച് ഒരു തർക്കം അതിപ്പോഴും തീർന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാണ് പത്തനംതിട്ട നഗരത്തിൽ രമേശ് ചെന്നിത്തലയുടെയും ഒപ്പം തന്നെ വി.ഡി. സതീശിന്റെയും ഫ്ലക്സ് ബോർഡുകൾ അന്ന് പ്രത്യക്ഷപ്പെട്ടത്. അത് DCC ഓഫീസിന് മുന്നിൽ തന്നെ രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. ഒപ്പം തന്നെ പത്തനംതിട്ട റിംഗ് റോഡിലും വി.ഡി. സതീശിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡും സ്ഥാപിച്ചിരുന്നു. പിന്നീടാണ് നാം ദില്ലിയിൽ കണ്ടതുപോലെ തന്നെ 3 നേതാക്കന്മാരും ഒരുമിച്ച് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഫ്ലക്സ് ബോർഡുകളെല്ലാം നീക്കം ചെയ്യണമെന്ന് AICCയുടെ നിർദ്ദേശവും അക്കാര്യത്തിലുണ്ടായിരുന്നു. പക്ഷേ ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും DCC ഓഫീസിന് മുന്നിൽ രമേശ് ചെന്നിത്തല അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് അതേപടി തന്നെ നിൽക്കുകയാണ്. ഒപ്പം പത്തനംതിട്ട റിംഗ് റോഡിൽ അന്ന് സ്ഥാപിച്ച വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള ആ ഒരു ഫ്ലക്സ് ബോർഡും ഇപ്പോൾ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇത് ആരാണ് സ്ഥാപിച്ചത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഏതായാലും ഈ 2 ഫ്ലക്സ് ബോർഡുകളും ഒന്ന് DCC ഓഫീസിന്റെ മുൻവശത്തും ഒന്ന് പത്തനംതിട്ട റിംഗ് റോഡിലും അതേപടി തന്നെ നിൽക്കുകയാണ്. വിനീത, ശരി, വാർത്ത കാണുമ്പോഴെങ്കിലും പ്രവർത്തകർ ഫ്ലക്സ് നീക്കം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശവുമുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ വിശദാംശങ്ങൾ നൽകുകയാണ്.